നമ്മൾ സാധാരണയായിട്ട് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ എന്ത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇത് ആക്ച്വലി ഒരു സെക്കൻഡറി ലോ ആണ്. പ്രൈമറി ലോ ഉണ്ട്, നമ്പർ 1 ലോ ഉണ്ട്. നമ്പർ 1 ലോ എന്ന് പറയുന്നത് ലോ ഓഫ് റെസൊണൻസ് ആണ്. ഇത് മനസ്സിലാക്കാതെ ലോ ഓഫ് അട്രാക്ഷൻ ആണ് മെയിൻ ലോ എന്ന് വിചാരിച്ച് അതിൽ വർക്ക് ചെയ്യുകയും പല ആളുകളും ഇത് ഫേക്ക് ആണെന്നൊക്കെ പറയാനുള്ള കാരണം ഇതാണ്. കാരണം ലോ ഓഫ് റെസൊണൻസ് കഴിഞ്ഞതിന് ശേഷമാണ് ലോ ഓഫ് അട്രാക്ഷൻ വരിക. അപ്പോ എന്താണ് ലോ ഓഫ് റെസൊണൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് നിങ്ങൾ എന്ത് ആഗ്രഹിച്ചു കഴിഞ്ഞാലും പ്രപഞ്ചം നിങ്ങൾക്ക് അത് കൊണ്ടുവരുന്നതാണ്. ലോ ഓഫ് റെസൊണൻസ് പറയുന്നത് അതല്ല. യൂണിവേഴ്സ് വിൽ നോട്ട് ഗിവ് യു വാട്ട് യു വാണ്ട്. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യമോ യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുതരില്ല. പകരം യൂണിവേഴ്സ് എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, യൂണിവേഴ്സ് വിൽ ഗീവ് യു ഡിപെൻഡ്സ് ഓൺ ഹൂ യു ആർ ഓർ വാട്ട് യു ആർ. എങ്ങനെ? പ്രപഞ്ചം നിങ്ങൾക്കൊരു സംഭവം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, നിങ്ങൾ റിച്ച് ആവണമെങ്കിൽ, അല്ലെങ്കിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ഹെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ഹെൽത്തി ആവണമെങ്കിൽ പ്രപഞ്ചം നോക്കും നിങ്ങൾ അതിന് അർഹതപ്പെട്ട ഒരാളാണോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആക്ഷൻ എടുക്കണം. നമുക്ക് ചിന്ത വേണം. ഓക്കെ, തോട്ട് ഉണ്ട്. തോട്ടിന്റെ ബേസ് ചെയ്ത് നമുക്കൊരു ഫീലിംഗ് വരും. ഫീലിംഗിനെ ബേസ് ചെയ്ത് നമ്മളൊരു ആക്ഷൻ എടുക്കും. ആക്ഷൻ എടുത്ത് നമ്മൾ എത്തുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, ബീയിങ് എന്ന് പറയും. നമ്മൾ അതിന്റെ ഉള്ളിലായിരിക്കും. പിന്നെ നമ്മൾ അങ്ങനെ ആയിരിക്കും.